1946 ഹൈദരാബാദിലെ നൈസാം എന്ന ഭരണാധികാരി, അദ്ദേഹവും സ്വതന്ത്ര ഹൈദരാബാദ് എന്ന ചിന്താഗതിക്കാരനായിരുന്നു. ആ നൈസാമിൻ്റെ ഭരണത്തിനെതിരെ ആന്ധ്രയിലെ സഖാക്കൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ, അവിടുത്തെ കർഷകർ, അവിടുത്തെ കർഷക തൊഴിലാളികൾ, ഭൂരഹിതരായ കർഷകർ അവരെല്ലാം കൂടി സംഘടിച്ചുകൊണ്ട് നടത്തിയ തെലുങ്കാന സമരം ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു. ആ സമരത്തിൽ കൂടി സ്വതന്ത്ര ഹൈദരാബാദ് എന്ന നൈസാമിൻ്റെ സ്വപ്നത്തെ തകർത്തടിച്ചുകൊണ്ട് തെലുങ്കാന, വിശാല ആന്ധ്ര, അത് ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ തെലുങ്കാന സമരം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു കർഷക വിപ്ലവമായിരുന്നു. ഏതാണ്ട് 20,000-ലധികം വില്ലേജുകളാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ തെലുങ്കാന സമരത്തിൽ കൂടി പിടിച്ചടക്കിയത്. ഏക്കർ കണക്കിന് വരുന്ന മിച്ചഭൂമി ഏറ്റെടുക്കുകയും അത് അവിടെ തന്നെ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു എന്നുള്ളത് തെലുങ്കാന പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നാം ഓർത്തിരിക്കേണ്ടതാണ്. മറ്റു ചില പ്രക്ഷോഭങ്ങളും ഈ കാലയളവിൽ നടന്നു. ബംഗാളിൽ കർഷകർ നടത്തിയ നെൽകർഷകർ നടത്തിയ ഒരു പ്രസിദ്ധമായ കലാപവും ഈ 46 കാലഘട്ടത്തിലാണ്. തേഭാഗ സമരം എന്നാണ് അതറിയപ്പെടുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ബംഗാളിലെ കർഷകർ അധ്വാനിച്ച് വിളയിക്കുന്ന നെല്ല്, അവിടുത്തെ ഉൽപ്പന്നം, ഭൂമിയെല്ലാം ജന്മിമാരുടേതാണ്. കർഷകരാണ് അവിടെ കൃഷി ചെയ്യുന്നത്. അവർ കൃഷി ചെയ്ത് നെല്ല് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ആ നെല്ലിൻ്റെ, നമ്മുടെ കേരളത്തിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പദം അളക്കുക എന്ന് പറയും, ആ പദം അളക്കുന്നതിൻ്റെ നേർപകുതി ജന്മിക്ക് പോവും. പകുതി മാത്രമേ ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് കിട്ടത്തുള്ളൂ. അതായിരുന്നു സിസ്റ്റം. എന്ന് പറഞ്ഞാൽ 50-50, പകുതി വീതം ജന്മിക്കും കർഷകനുമായിട്ട് വീതിച്ചുകൊണ്ടിരുന്നതാണ്. ആ 50% സ്ഥാനത്ത് 2/3 ഭാഗം തൊഴിലാളിക്ക് വേണം, കർഷകർക്ക് വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജന്മിമാർക്കെതിരായിട്ട് കർഷകർ നടത്തിയ പോരാട്ടമാണ് തേഭാഗ. 2/3 ഭാഗം കർഷകർക്ക് കിട്ടണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടത്തിയ പ്രക്ഷോഭമാണ്. അതും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർഷക കലാപങ്ങളിൽ ഒന്നു തന്നെയാണ്. അത് കർഷകർ ഈ ബ്രിട്ടീഷ് ഭരണത്തിൽ അവർ പാർലമെൻറ്റ് പാസ്സാക്കിയ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റിൽ ഇങ്ങനെ നാട്ടുരാജ്യങ്ങൾക്ക് വേണമെങ്കിൽ സ്വതന്ത്രമായ നിലപാടെടുക്കാം എന്ന ഒരു സമീപനം വന്നപ്പോൾ നൈസാം അവിടെ എടുത്ത ഒരു നിലപാടിൻ്റെ ഫലം കൂടിയാണ്. അത് തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യൻ യൂണിയനിൽ തെലുങ്കാനയെ, ഇന്നത്തെ ആന്ധ്രയെ ചേർക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിച്ച പങ്കിൻ്റെ ഒരു ഭാഗം കൂടിയാണ് തെലുങ്കാന സമരം. അതുപോലെ തന്നെ തേഭാഗ സമരം പശ്ചിമ ബംഗാളിലെ ആ പ്രക്ഷോഭത്തിൽ കർഷകർ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം അവിടുത്തെ കർഷക സംഘടനയോടൊപ്പം അവർ നിന്നുകൊണ്ട് എടുത്ത ഒരു അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയ ആ പ്രക്ഷോഭമാണ്. ഇതെല്ലാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒന്നാണ്. അതുപോലെ ഓർത്തിരിക്കേണ്ടുന്ന ഒരു സമരമാണ് 1946 ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ നേവിയിലെ കലാപകാരികൾ നടത്തിയ പ്രക്ഷോഭം. റോയൽ ഇന്ത്യൻ നേവിയിൽ RIN കലാപം എന്നാണ് അത് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. ആ റോയൽ ഇന്ത്യൻ നേവിയിലെ പട്ടാളക്കാർ അവർ നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അവർ ബ്രിട്ടീഷ് കപ്പലായ ആ കപ്പലിൽ ഉയർത്തിയിരുന്ന ബ്രിട്ടീഷ് പതാക യൂണിജാക്ക് അത് അറുത്തിട്ടുകൊണ്ട് ആ കപ്പലിൽ 3 പതാക ഇന്ത്യൻ ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അവരന്ന് ഉയർത്തി. അതിലൊന്ന് കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാകയായിരുന്നു, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടിയായിരുന്നു, മറ്റൊന്ന് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടിയായിരുന്നു. യൂണിജാക്കിൻ്റെ ബ്രിട്ടീഷ് പതാകയുടെ സ്ഥാനത്ത് തൽവീറുന്ന കപ്പലിലാണ് അവർ ആ പതാക ആദ്യം ഉയർത്തിയത്. അതിൽ അങ്ങനെ ബ്രിട്ടീഷ് പതാകയ്ക്ക് പകരം ഇന്ത്യയിലെ 3 രാഷ്ട്രീയ പാർട്ടികളുടെ പതാകകൾ ഒരുമിച്ച് ഉയർത്തിക്കൊണ്ട് നാവികർ നടത്തിയ ആ കലാപമാണ് RIN കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ കലാപവും ബ്രിട്ടീഷ് സിംഹാസനത്തിനെതിരായി ഇന്ത്യയിലെ നാവികർ
നടത്തിയ ആ കലാപവും നമ്മുടെ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടാണ് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. ആ കലാപം മറ്റ് കപ്പലുകൾ എല്ലാത്തിലും വ്യാപിച്ചു. അവസാനം ബ്രിട്ടനിൽ നിന്ന് ബ്രിട്ടീഷുകാരായ സൈനികരെ കൊണ്ടുവന്നാണ് ആ കലാപം അടിച്ചമർത്തിയത്. എങ്കിലും ഇന്ത്യയിലെ കർഷകരോടൊപ്പം, ഇന്ത്യയിലെ തൊഴിലാളികളോടൊപ്പം, ഇന്ത്യയിലെ സാധാരണക്കാരായ പട്ടാളക്കാരോടൊപ്പം ഇന്ത്യൻ നാവികരും കൂടി പങ്കെടുത്തതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ പശ്ചാത്തലത്തിലൊക്കെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നാം എത്തിച്ചേർന്നത്. 1946 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമവും അവിടെ പാസ്സാക്കിയിരുന്നു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ബിൽ എന്ന പേരിൽ അവർ ആ ബില്ല് പാസ്സാക്കുകയും 1946 ഡിസംബർ മാസം 9 ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ യോഗം കൂടുകയും ചെയ്തിരുന്നു. ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള നിലയിൽ തീരുമാനിക്കുന്നത്. ആ അസംബ്ലിയുടെ അംഗസംഖ്യയിൽ മാറ്റം വന്നു. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷുകാർ വെച്ച ഒരു കെണി പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒന്നാണ് പുതിയ പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ രൂപീകരണവും. ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും രണ്ട് രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിച്ചുകൊണ്ട് രണ്ട് രാജ്യങ്ങളായി അത് പിറവിയെടുത്തു. അങ്ങനെ വന്നപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഘടനയിലും മാറ്റങ്ങൾ വന്നു. ആദ്യം ഉണ്ടായിരുന്ന നമ്പറിൽ മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ 296 298 നമ്പറുള്ള ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇന്ത്യക്ക് വേണ്ടി രൂപീകരിച്ചുകൊണ്ട് ആ നിലയിൽ മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനങ്ങളിലേക്കും നമ്മുടെ രാജ്യം പോവുകയുണ്ടായി. അതിൽ 47 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചു എന്ന് മാത്രമല്ല, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രത്തിൽ ഇന്ത്യയിലൊരു പുതുയുഗപ്പിറവി നടന്നിരിക്കുകയാണ് എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ സ്വാഗതം ചെയ്തു. BTR ആണ് അന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രാപിച്ച ആ ദിവസത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രത്തിൽ ഒരു ലേഖനവും എഴുതിയത് അന്ന് BT രണദേവയാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ആർട്ടിക്കിളിനൊരു പ്രത്യേക ഹെഡിങ് തന്നെ കൊടുത്തിരുന്നു. അത് ഈ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചുകൊണ്ട് ഇന്ത്യ ഒരു പുതു യുഗത്തിലേക്ക് പോകുന്നു എന്ന് കാണിക്കുന്നതായിരുന്നു BTRൻ്റെ ആ ലേഖനവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സായ ബോംബെയിലെ പാർട്ടി ആസ്ഥാനത്ത് ദേശീയ പതാക കൂടി ഉയർത്തിക്കൊണ്ട് രാജ്യമെങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ആ നിലയിൽ തന്നെ ആ ആഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നത് ഒരു ദേശീയ ഗവൺമെൻറ് രൂപീകരിക്കണം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾക്കൊള്ളുന്ന ഒരു ദേശീയ ഗവൺമെൻറ് രൂപീകരിക്കണം എന്നുള്ളത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. ദേശീയ മുന്നണിയും ദേശീയ ഗവൺമെൻറ്റും ഒന്നാം പാർട്ടി കോൺഗ്രസിൻ്റെ പ്രമേയത്തിൽ അതിൻ്റെ തീരുമാനത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ദേശീയ ഗവൺമെൻറ് ഒരു ദേശീയ മുന്നണി എന്നുള്ള നിലയിലുള്ള ആ നിർദ്ദേശം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ചിരുന്നില്ല. അവിടെ അധികാരം ബ്രിട്ടനിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി മാത്രമായിട്ട് അത് കൈമാറ്റം നടത്തുന്ന നിലയിലേക്കാണ് എത്തിച്ചേർന്നത്. എങ്കിലും നമ്മൾ ആ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചു. അതിനുവേണ്ടിയുള്ള സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ സന്തോഷം രാജ്യവ്യാപകമായി പങ്കിടുകയും ചെയ്തു.